ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധ്യാനിക്കേണ്ടതായ ഭാഗം ദൈവത്തിൻ്റെ അംഗീകാരത്തിനൊത്ത് പണം കൈകാര്യം ചെയ്യുന്നത്. ആപ്തവാക്യം നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ളത്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരുവിക്കരുത്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരുവിച്ചുകൊള്ളുവിൻ. നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കുന്നുണ്ട്. ദൈവവചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പ്രതിപാദിക്കുന്നത് ചില മാതാപിതാക്കന്മാർ വലിയ സമ്പന്നരുള്ളവരായിരിക്കാം, നല്ല സമ്പത്തുണ്ട്. എന്നാൽ അവർ ആ സമ്പത്തുകൾ തങ്ങളുടേതായ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന് അവർ വിനിയോഗിക്കാതെ അവ സ്വരൂപിച്ച് മാറ്റിവെക്കുന്നത് കാണാൻ സാധിക്കും. ആത്മീയമായിരിക്കുന്നതായ പ്രവർത്തനങ്ങൾക്ക് അവർ വിനിയോഗിക്കുന്നില്ല, ദാനധർമാദികൾ ചെയ്യുന്നില്ല, കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല, സാഹോദര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ അവർ സമ്പത്തിന് മാത്രം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തങ്ങളുടെ സമ്പത്തുകൾ ഇങ്ങനെ സ്വരുക്കൂട്ടി അതിനെ എത്രത്തോളം വലുതാക്കി നിയന്ത്രിക്കുവാൻ കഴിയുമോ അത്രയ്ക്കും അവർ സമ്പത്ത് ശേഖരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി. പലപ്പോഴും അവർ സമയത്തിന് ഭക്ഷണപാനീയങ്ങൾ സ്വീകരിക്കാതെ, നല്ല വസ്ത്രം ധരിക്കാതെ, അല്ലെങ്കിൽ സന്തോഷകരമായിരിക്കുന്ന നിമിഷങ്ങൾ ചെലവഴിക്കാതെയെല്ലാം അവർ പണം മക്കൾക്കായി ധനം സ്വരൂപിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മുഖാന്തരം കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മക്കളിൽ ചില സ്വഭാവ വൈകല്യങ്ങൾ കടന്നുകൂടുന്നു. ചില ആൾക്കാർ ധൂർത്തരായി തീരുന്നുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാർക്ക് കണക്കിൽ കവിഞ്ഞ സമ്പത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ധൂർത്തന്മാരായി പോകുന്നു. ചിലർ അലസന്മാരായി പോകുന്നുണ്ട്, ചിലർ സ്വാർത്ഥരായി പോകുന്നുണ്ട്, ചിലർ മടിയന്മാരായി മാറുന്നുണ്ട്. ജീവിതത്തിൻ്റെതായ നന്മകൾ കാണുവാനോ അതിൻ്റെതായ ശക്തിയോടുകൂടെ അനുഭവിക്കുവാനോ കഴിയാതെ കുഞ്ഞുങ്ങൾ അലസന്മാരായി മാറുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഒന്ന്, അവർ അവരുടേതായ നല്ല സമയങ്ങൾ, അതിൻ്റെതായ സന്തോഷകരമായിരിക്കുന്നതായ, സുഖപ്രദമാകുന്നതായ, സമാധാനപൂർണ്ണമാകുന്നതായ, ആശ്വാസകരമായിരിക്കുന്നതായ സമയങ്ങൾ ചെലവഴിക്കുവാൻ അവർ സ്വരുക്കൂട്ടുന്നതായ സമ്പത്ത് വിനിയോഗിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയപ്പെടുന്നത്, അവർ അങ്ങനെ സമ്പത്ത് സ്വരുക്കൂട്ടിയത് കൊണ്ട് തങ്ങളുടെ പൈതങ്ങളിൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ടിനും പുറമെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് അവർ ആത്മീയമായിരിക്കുന്നതായ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊന്നും അവർ ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എന്നാണ്. ഇതിലേറ്റവും ഭീകരമെന്ന് പറയപ്പെടുന്നത് തലമുറയെ അവർ തെറ്റായ ദിശകളിലേക്ക് നയിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആരുടെ ആകുന്നു പ്രവൃത്തി ദോഷമാകുന്നു ഇത് സംഭവിക്കുന്നത്? തങ്ങൾക്ക് തങ്ങളുടേതായ ജീവിതത്തിൽ സന്തോഷങ്ങളോ അല്ലെങ്കിൽ നന്മകൾ ചെയ്യുവാനോ സത്കർമ്മം ചെയ്ത് സന്തോഷം പ്രാപിക്കുവാനോ കഴിയാതെ അവർ മക്കൾക്കായി ധനം സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നു. മക്കൾ ഇത് കാരണം അലസന്മാരും മടിയന്മാരും ധൂർത്തന്മാരും സ്വാർത്ഥന്മാരും പിശുക്കന്മാരുമായി മാറപ്പെടുന്നു. മാത്രമല്ല അവർ അല്ലെങ്കിൽ അവർ ജീവിതത്തിൻ്റെതായ ആ സമ്പത്തുണ്ടാകേണ്ടതായ പ്രയാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനുള്ളതായ മുന്നൊരുക്കങ്ങളോ ചെയ്യാതെ അവർ നശിച്ചുപോകുന്നതായി കാണാൻ സാധിക്കും. ഇതിലപ്പുറമായി തിരുവചനം പറയുന്നത് പോലെ പുഴുവും തുരുമ്പും എടുക്കാത്തതും കള്ളന്മാരും മോഷ്ടിക്കാത്തതുമായിരിക്കുന്നതായ സ്ഥലത്ത് ഇവർക്ക് നിക്ഷേപിക്കുവാനും കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാം സൽക്കർമ്മങ്ങൾ ഭൂമിയിൽ ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ നമുക്ക് അനുഗ്രഹമായി നിക്ഷേപിക്കപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഇനി മറ്റൊരു കൂട്ടർ എന്ന് പറയപ്പെടുന്നത് മാതാപിതാക്കന്മാരുടെ വാർദ്ധക്യ സമയമാകുമ്പോൾ തങ്ങളുടേതായ മാതാപിതാക്കന്മാരുടെ സമ്പത്തുകൾ, സ്വത്തുവകകൾ ബലം പ്രയോഗിച്ചോ നിർബന്ധപൂർവമോ അല്ലെങ്കിൽ മുൻകൂട്ടിയോ അത് തങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങുകയും മാതാപിതാക്കന്മാരെ അവഗണിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ മാതാപിതാക്കന്മാർ ഇത്രയും നാളും കഷ്ടപ്പെടുകയും സമ്പാദിക്കുകയും സ്വരുക്കൂട്ടുകയും ചെയ്തത് എന്ത് ലാഭം, എന്ത് സന്തോഷം, എന്ത് ഫലമാകുന്നു അവർക്കുണ്ടാകുന്നത്? പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മോട് പറയപ്പെടുന്നത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കായി കരുതണ്ട എന്നല്ല പറയപ്പെടുന്നത്. മക്കൾക്കായി സമ്പത്തുകൾ സ്വരൂപിക്കേണ്ട എന്നല്ല പറയപ്പെടുന്നത്. നിങ്ങൾ ധനവാന്മാരാകണ്ട എന്നല്ല പറയപ്പെടുന്നത്. നിങ്ങൾ അതെല്ലാം ആകുമ്പോൾ അതിന് തുല്യമായി എങ്കിലും എന്ത് ചെയ്യണം? ആ ദൈവിക കാരുണ്യ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി ഒരു നിക്ഷേപമായി മാറുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ മാതാപിതാക്കന്മാരും തങ്ങളുടേതായ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നേരും നിറവുള്ള മക്കളായി, സത്യസന്ധരായി, ആത്മീയ പ്രവർത്തനങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്നതായ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമ്പത്തും സമർപ്പിക്കപ്പെടുമെന്ന് കൂടെ ഓർത്തിരിക്കുക. സുവിശേഷ വേലയ്ക്ക് സമ്പത്ത് ആവശ്യമാണ്. അത് ദശാംശമായിട്ടും സ്തോത്ര വഴിപാടുകളായിട്ടും സ്തോത്ര കാണിക്കകളുമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അടുക്കൽ പ്രയാസം അനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാം. കഷ്ടത അനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാം. ദൈവം നിങ്ങളെ അതിനായി നിങ്ങളെ ദൈവം പരിപാലിക്കട്ടെ. നിങ്ങളുടേതായ ഈ ഭൂമിയിലുള്ളതായ എല്ലാ നിക്ഷേപവും സ്വർഗത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് നമ്മെ തന്നെ സമർപ്പിച്ച് യാചിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവം, അനുഗ്രഹമായ നല്ല ദിവസത്തിനായ സ്തോത്രം, നല്ല വചനത്തിനായ സ്തോത്രം കർത്താവേ. പലപ്പോഴും ഈ സത്യങ്ങൾ മറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവയെ ദൂരീകരിച്ച് ഇനി നന്മയുടെ പാതകളിലൂടെ നേരുന്നുള്ള മക്കളായി നിക്ഷേപം സ്വർഗത്തിൽ അനുഗ്രഹമായി ഭവിക്കത്തക്കതായ നല്ല സാക്ഷ്യമുള്ള മക്കളായി നിലനിൽക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഓരോരുത്തരെയും അവിടുന്ന് പരിപാലിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.